മൂന്നാമത് ടെലിവിഷൻ അവാർഡിന്റെ പ്രഖ്യാപനമാണ് ഇനി നടക്കുന്നത്. കേരള വിഷനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ മൂന്നാമത് ടെലിവിഷൻ അവാർഡ് നമ്മളിവിടെ സംഘടിപ്പിക്കുമ്പോൾ വളരെ അഭിമാനത്തോടാണ് ഈ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത്. കാരണം കേരളത്തിൽ ഒട്ടനവധി ചാനലുകൾ ഉണ്ടെങ്കിലും ആ ചാനലുകൾക്കൊന്നും സാധിക്കാത്ത ഒരു കാര്യമാണ് കേരള വിഷൻ ഏറ്റെടുത്ത് ചെയ്യുന്നത്. മറ്റ് ചാനലുകളെല്ലാം മത്സര സ്വഭാവത്തിൽ കാര്യങ്ങൾ നടത്തി വലിയ ഫിലിം അവാർഡുകളൊക്കെ നടത്തും. പക്ഷേ ഒരു ടെലിവിഷൻ അവാർഡുകൾ നടത്തിയാൽ സൂര്യ ടി.വിയിൽ അവാർഡ് ഏഷ്യാനെറ്റിന് കൊടുക്കാൻ പറ്റില്ല, ഏഷ്യാനെറ്റിന്റെ അവാർഡ് മനോരമയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. അത്തരം രീതിയിലേക്ക് ഒരു മത്സര സ്വഭാവത്തിൽ പോകുന്ന അതിനിടയിലാണ് കേരള വിഷൻ എന്ന ഒരു കൊച്ചു മാധ്യമം ഇവിടെ എല്ലാ ടെലിവിഷനിലെയും എല്ലാവരെയും അംഗീകരിക്കുന്ന രീതിയിൽ ഒരു അവാർഡ് സംഘടിപ്പിക്കുന്നത്. അതിന്റെ മൂന്നാമത് വലിയ ഒരു അവാർഡാണ് നമ്മൾ ഈ മാസം 26-ാം തീയതി അർലെസ് കൺവെൻഷൻ വെച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത പ്രേക്ഷകരാണ്. ലക്ഷക്കണക്കിന് വരുന്ന പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും എൻട്രി ക്ഷണിച്ചുകൊണ്ടാണ് ഇതിലെ മുഴുവൻ ആൾക്കാരെയും നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇതിന്റെ അവാർഡ് പ്രഖ്യാപനത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി അവാർഡ് പ്രഖ്യാപിക്കുന്നതിനായി നമ്മളുടെ പ്രിയങ്കരനായ ഗോവിന്ദേട്ടനെ ക്ഷണിക്കുകയാണ്, KCCLന്റെ ചെയർമാനെ. ഏതാണ്ട് 21 അവാർഡുകളാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഏതാനും അവാർഡുകളാണ് ഞാനിവിടെ പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം മികച്ച സഹനടൻ എന്ന വിഭാഗത്തിലാണ്. മികച്ച സഹനടൻ എന്ന വിഭാഗത്തിൽ അവാർഡ് നേടിയിട്ടുള്ളത് KPAC സജി. ഏഷ്യാനെറ്റ് ചാനലിൽ സംപ്രേഷണം ചെയ്തിട്ടുള്ള ചെമ്പനീർ പൂവ് എന്ന പ്രോഗ്രാമിലുള്ള അഭിനയത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അടുത്തത് മികച്ച സഹനടിക്കുള്ള അവാർഡാണ്. ആകെ 5 നോമിനേഷനുകൾ ലഭിച്ചു. അതിൽ നിന്നാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. തെരഞ്ഞെടുത്ത മികച്ച സഹനടി സൈന കൃഷ്ണയും ഏഷ്യാനെറ്റിലെ ടീച്ചറമ്മ എന്ന പ്രോഗ്രാമിൽ ആണ് അവരുടെ അഭിനയ മികവ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇനി കോമഡി വിഭാഗത്തിൽ ഉള്ള അവാർഡുകളാണ്. ബെസ്റ്റ് ആക്ടർ ഇൻ കോമഡി റോൾ അവാർഡ് നേടിയിട്ടുള്ളത് 2 പേരുണ്ട്. ആദ്യത്തേത് സലീം ഹസൻ. അവാർഡ് നേടിയിട്ടുള്ള പ്രോഗ്രാം മഴവിൽ മനോരമയിലെ മറിമായം എന്ന പ്രോഗ്രാമിൽ നിന്നാണ്. അടുത്തത് AI സബിത്ത്, ഉപ്പും മുളകും ഫ്ലവേഴ്സ് ചാനൽ. അൽ സബിത്താണ് ഉപ്പും മുളകും ഫ്ലവേഴ്സ് TV എന്ന പ്രോഗ്രാമിലാണ് എന്ന ചാനലിലാണ് അവരുടെ പ്രോഗ്രാമിന്റെ അവതരണത്തിലുള്ള മികവ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അഞ്ചാമതായി മികച്ച കോമഡി റോൾ ആക്ട്രസ് മഞ്ജു പത്രോസ്. കൗമുദി ടിവിയിലെ അളിയൻസ് എന്ന പ്രോഗ്രാമിലാണ്, അതിലുള്ള അഭിനയത്തിനാണ് അവർക്ക് മികച്ച സഹനടിക്കുള്ള കോമഡി ആക്ട്രസിനുള്ള അവാർഡ് നേടിയിട്ടുള്ളത്. താങ്ക് യു ഗോവിന്ദേട്ടാ. എല്ലാ അവാർഡ് ജേതാക്കൾക്കും അഭിനന്ദനങ്ങൾ. അടുത്ത 5 അവാർഡുകൾ പ്രഖ്യാപിക്കുന്നതിനായി ന്യൂസ് മലയാളത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായ അബൂബക്കർ സിദ്ദിഖിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബെസ്റ്റ് ആക്ടർ ഇൻ എ നെഗറ്റീവ് റോൾ അവാർഡ് നേടിയിരിക്കുന്നത് അരിസന്ത് പുതുമന, ശരൺ, സുകുമോ ദേവി, ഫ്ലവേഴ്സ് TV. സ്പെഷ്യൽ ജൂറി അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ ഇൻ എ നെഗറ്റീവ് റോൾ പത്മനാഭൻ തമ്പി, സ്വയംവരം പന്തൽ, സൂര്യ TV. ബെസ്റ്റ് ആക്ടേഴ്സ് ഇൻ നെഗറ്റീവ് റോൾ അവാർഡ് നേടിയിരിക്കുന്നത് ഹരിത നായർ, കുടുംബശ്രീ ശാരദ, സി കേരളം.
ബെസ്റ്റ് ആക്ടർ ഇൻ മലയാളം TV അവാർഡ് നേടിയിരിക്കുന്നത് പാർവതി ബാബു, സൂപ്പർ സ്റ്റാർ അമൃത TV. ബെസ്റ്റ് നോൺ ഫിക്ഷൻ ഷോ ഇൻ മലയാളം TV ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി മഴവിൽ മനോരമ. അടുത്ത പ്രഖ്യാപനത്തിനായി KCCLന്റെ മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കേരള വിഷന്റെ മൂന്നാമത് ടെലിവിഷൻ അവാർഡ്സിൽ മോസ്റ്റ് പോപ്പുലർ സീരിയലിനുള്ള അവാർഡ് നേടിയിരിക്കുന്നത് ഉപ്പും മുളകും ഫ്ലവേഴ്സ് TV. ബെസ്റ്റ് ഡയറക്ടറിനുള്ള അവാർഡ് നേടിയിരിക്കുന്നത് ശ്രീജിത്ത് പാലേരി, മാംഗല്യം തന്തുനാനേന സൂര്യ TV. ബെസ്റ്റ് സീരിയലിനുള്ള അവാർഡ് നേടിയിരിക്കുന്നത് സൂപ്പർ കൺമണി മഴവിൽ മനോരമ. മികച്ച ജനപ്രിയ നടനുള്ള അവാർഡ് നേടിയിരിക്കുന്നത് അരുൺ രാഘവൻ, മഹാലക്ഷ്മി, ഫ്ലവേഴ്സ് TV. താങ്ക് യു. അടുത്ത 5 അവാർഡുകൾ പ്രഖ്യാപിക്കുന്നതിനായി കേരള വിഷൻ ന്യൂസിന്റെ മാനേജിംഗ് ഡയറക്ടർ പ്രജീഷ് അച്ചാണ്ടിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അടുത്ത 5 മികച്ച ജനപ്രിയ നടി മാഗ്ന വിൻസെന്റ്, സ്വാന്തനം 2 ഏഷ്യാനെറ്റില്, ഹൃദയം സൂര്യ TV. മികച്ച നടൻ അരുൺ നായർ, ചെമ്പനീർ പൂവ് ഏഷ്യാനെറ്റ് സീരിയലിലെ നായകനാണ്. സ്പെഷ്യൽ ജൂറി അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് നേടിയിരിക്കുന്നത് മർഷീന നീനു, കുടുംബശ്രീ ശാരദ, സി കേരളം. മികച്ച നടിക്കുള്ള അവാർഡ് നേടിയിരിക്കുന്നത് ശ്രീലക്ഷ്മി, ടീച്ചറമ്മ, ഏഷ്യാനെറ്റ്. ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമർ ഓഫ് ദ ഇയർ അവാർഡ് നേടിയിരിക്കുന്നത് അനുമോൾ, ബിഗ് ബോസ് വിന്നർ, ഏഷ്യാനെറ്റ്. താങ്ക് യു. എല്ലാ അവാർഡ് ജേതാക്കൾക്കും ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ച പ്രിയപ്പെട്ട കേരള വിഷന്റെ പ്രേക്ഷകർക്കും കേരള വിഷന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്.